ഈ ടൊറേനിയ പ്ലാന്റിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാറ്? ഇവിടെ ടൊറേനിയ എന്ന് പറയും, കാക്കപ്പൂ എന്ന് പറയും. പിന്നെ ഞാൻ യൂട്യൂബിൽ ആരോ പറയുന്നത് കേട്ടു മിക്കി മൗസ് പ്ലാന്റ് എന്ന്. അതെനിക്കറിയില്ല, എനിക്കതൊരു പുതിയ അറിവായിരുന്നു. എന്ത് പേരിട്ട് വിളിച്ചാലും ആൾ സൂപ്പറാണ്. നമ്മുടെ രജനീനൻ സിനിമ പറയല്ലേ, ഒരു തടവ സ്വന്ന 100 തടവ സ്വന്ന മാതിരി. അത് ഈ പൂവിനെ പറ്റി 100% സത്യ. കാരണം ഒരെണ്ണം വാങ്ങിയാൽ മതി, 100 എണ്ണം വാങ്ങിയതിന് തുല്യമാണ്. നമ്മൾ ചിലപ്പോൾ 1 കളറോ 2 കളറോ ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ അതിൻ്റെ അടുത്ത ജനറേഷൻ പിന്നെ കായ് വിരിഞ്ഞുണ്ടാകുന്ന പുതിയ ചെടികൾക്ക് വേറെ രീതിയിലുള്ള പൂക്കളായിരിക്കും. നമ്മൾ കണ്ടിട്ടേ ഉണ്ടാവില്ല, അത്ര ഭംഗിയുള്ള പൂക്കളൊക്കെ നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ പൂക്കളിൽ പലതും നമുക്ക് അങ്ങനെ വിരിഞ്ഞ് കിട്ടിയിട്ടുള്ളതാണ്. 1-2 ചെടികളെ നമ്മൾ വാങ്ങി നട്ടിട്ടുള്ളൂ. പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉറപ്പായിട്ടും കായ പിടിക്കും. കായ പിടിച്ചിട്ട് എവിടേക്കായിരിക്കും കായ വീണിട്ടുണ്ടാവാന്ന് നമുക്കറിയില്ല. പിന്നെ വിത്ത് മുളക്കുന്ന സമയത്ത് നമ്മുടെ മുറ്റത്തൊരു ചാകരയായിരിക്കും. പൊട്ടിയ ചട്ടിയുടെ സൈഡിൽ, ടൈലിൻ്റെ ഇടയിൽ, മതിലിൻ്റെ മേലിൽ, എവിടെയെന്നൊന്നുമില്ല, എല്ലായിടത്തും മുളക്കും. എല്ലാ ചെടിയിലും പൂവും വിരിയും, നല്ല ഭംഗിയുള്ള പൂക്കൾ. അതുകൊണ്ട് എന്താ, പറിച്ചു കളയാനും തോന്നില്ല. അവിടെ കാട് പോലെ അവിടെ ഇവിടെ നിന്ന് പൂക്കും. ഒരു ചെടിയിൽ നിന്ന് ഒരു ഭംഗിയുള്ള പൂവുണ്ടെന്ന് കരുതി അതിൽ നിന്ന് എടുത്തു വെക്കുന്ന വിത്തിൽ നിന്ന് ആ പൂവ് നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അടുത്ത തവണ വിരിഞ്ഞ് കിട്ടുന്നത് എന്താണോ അത് വിരിഞ്ഞ് കഴിയുമ്പോഴേ അറിയാൻ പറ്റും. ഞാൻ ഇനി കാണിക്കുന്ന ആളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണ്ട് നമ്മുടെ മുറ്റത്ത് ഒരുപാട് നമ്മൾ കണ്ടിരുന്ന കാക്കപ്പൂവ്. ഇത് നമ്മുടെ ടൊറേനിയത്തിൻ്റെ മിനിയേച്ചർ പോലെ ഉണ്ടല്ലേ? നിങ്ങൾക്ക് എങ്ങനെ തോന്നിയോ?